most holy name of the Lord be exalted. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം ഇങ്ങനെ ഒരു നല്ല അവസരം കൂടെ പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. We thank the Lord for the heavens have bestowed another opportunity to be at his footstool. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കരുണാസമ്പന്നനായ ദൈവം നമ്മെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. We thank the Lord for the compassion and mercy that he preserved us as the apple of his eye. കഴിഞ്ഞ കാലത്തൊക്കെയും നിങ്ങളുടെ പ്രാർത്ഥന അടിയങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുക. Throughout the previous days your prayers were a blessing to us. Do pray for us in the days ahead too. ലോകത്തിലെമ്പാടും ദുഃഖത്തിലും കഷ്ടത്തിലുമൊക്കെ ആയിരിക്കുന്നവരോട് ദൈവം കരുണ ചെയ്യട്ടെ. May the Lord show mercy to those who are in sorrow throughout the world. നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ തരുമെന്നുള്ള ദൈവവാഗ്ദത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം. Let us tarry for the promise that he shall restore whatever you have lost. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. For our short meditation, let us bring our attention to the scriptures. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ, When we come to the book of Job, chapter 7, verse 3, ഭക്തനായ ജോബ് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാം. we can see a word said by devout Job. 7-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ദയവായി വായിച്ചാട്ട്. Chapter 7, verse 3. വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. Wearisome nights are appointed to me. മുൻപ് പലപ്പോഴും പല വിശുദ്ധന്മാരിൽ കൂടെ നാം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തിരുവെഴുത്താണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. The scripture portion which we have read is one which was heard by many times. ഭക്തനായ ഇയ്യോബിന്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ, When we learn the background of a devout Job, അദ്ദേഹം മനസാക്ഷിയുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു നീതിമാനായിരുന്നു. he was a righteous man who lived in the dispensation of conscience. വിശുദ്ധ ബൈബിളിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. He is one who is given much importance in the Bible. അബ്രഹാമിന്റെ സമകാലികനായി ജീവിച്ചു എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. Biblical scholars claim that he lived in the times of Abraham. ഇയ്യോബ് ഒരു നീതിമാനും നിഷ്കളങ്കനും നീരുള്ളതുമായ ഒരു മനുഷ്യനായിരുന്നു. And Job was a righteous and upright and holy man. പലയിടങ്ങളിലും തൻ്റെ നീതിയെക്കുറിച്ചും തൻ്റെ മനസാക്ഷിയുടെ നിർമ്മലതയെക്കുറിച്ചും താൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. In various situations we can see him claiming about the righteousness and the upright heart. എല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും താൻ ആശ്രയം ദൈവത്തിൽ വെച്ചതിനാൽ സകലതും തനിക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ് ഇയ്യോബിന്റെ ചരിത്ര പശ്ചാത്തലം. And the historical background is that although he lost everything, because he had his faith in the Lord, he got everything back. ഇവിടെ ഇയ്യോബ് പറയുന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി വന്നു. Here Job says that wearisome nights are appointed to me. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നീതിമാന്മാരുടെ ഓഹരിയെ കുറിച്ച് ബൈബിളിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. In the Holy Bible, when we study, we can see the possession and inheritance of the righteous. എന്നാൽ കഷ്ടരാത്രി ഒരു നീതിമാന് സ്വർഗം പ്രദാനം ചെയ്തിട്ടുള്ളതാണ്. But the heavens have appointed wearisome nights for a righteous man. അവന്റെ ഓഹരിയിൽ പെട്ടിട്ടുള്ളതാണ്. It is his part and parcel. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഈ രാത്രി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we study about the topic night, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും എന്നാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. Isaiah says that the darkness shall cover the world and the nights over the ഇപ്പോൾ ഒരു Gentiles. ആത്മീയ അന്ധകാരം പിടിച്ച അവസ്ഥയിലാണ് നാം പോയിക്കൊണ്ടേയിരിക്കുന്നത്. And now we are proceeding through spiritual darkness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. രാത്രി എന്ന വിഷയത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, Going into the depths of the topic night, സൃഷ്ടിയുടെ ആരംഭം തുടങ്ങി തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു നിത്യ നിയമമാണ് പകലും രാത്രിയും എന്നുള്ളത്.
And since the beginning of the universe, it is an eternal law, the night and the day. ആത്മീയമായി നാം ഇതിനെ വീക്ഷിക്കുമ്പോൾ When we look it in a spiritual aspect, രാത്രിയെ അനീതിയോടും പകലിനെ നീതിയോടും ബൈബിൾ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. the Bible has compared the righteousness to the day and the unrighteousness to the night. അടുത്തതായി നാം വീക്ഷിക്കുമ്പോൾ Again, when we look, ഇത് ഒരു നീതിമാന്റെ കഷ്ടത നിറഞ്ഞ അനുഭവത്തെ കാണിക്കുകയാണ്. it also shows the experience of a righteous man in suffering. എല്ലാ മനുഷ്യർക്കും ദൈവം കഷ്ടത ഓഹരിയായി കൊടുത്തിരിക്കുകയാണ്. God has given it as a part and parcel to every man. അവിടെ ജോബ് പറയുന്നത് കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി വന്നു. Here Job says that wearisome nights are appointed to ഒരു me. മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് A person who has received Jesus Christ as his അവൻ savior, നീതിക്ക് അവകാശിയായി തീരുമ്പോൾ when he becomes the inheritor of righteousness, സ്വർഗത്തിലും ഭൂമിയിലും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. we can see certain things which happen in heaven and earth. ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ One who receives Jesus Christ as his savior, അവനൊരു പുതിയ സൃഷ്ടിയായി തീരും. he becomes a new creation. അവന്റെ പേർ നീതിമാന്മാരുടെ ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. His name is enrolled in the book of life in the list of the righteous. രണ്ടാമതായി ബൈബിൾ പറയുന്നത് Secondly, the Bible says, അവനെ മനോഹര ദേശത്ത് അളവ് നൂല് വീഴുന്നു. and the lot is cast upon a good land, അല്ലെങ്കിൽ നിത്യതയിൽ അവൻ അവകാശം പ്രാപിക്കുന്നു. or he is getting an inheritance in eternity. മൂന്നാമതായി നാം നോക്കുമ്പോൾ Thirdly, when we look, അവന്റെ എല്ലാ വഴികളിലും അവനെ കാക്കുവാൻ പിതാവ് ഒരു ദൂതനോട് കൽപ്പിക്കുന്നു. the Lord has commanded an angel to keep him in all his അവന്റെ ways. പോക്കിലും വരവിലും ഒക്കെ ദൂതന്മാർ കാവലായിരിക്കും. In his goings and comings, the angels are guarding him. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്. That's why the Bible says അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവാ ആത്മാക്കളായി they were all the spirits who took care of them. സംരക്ഷകരായി ദൂതന്മാരെ കുറിച്ച് പറയുകയാണ്. Angels are compared as the guards of the preservers. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവാത്മാക്കളല്ലയോ എന്നാണ് ചോദിക്കുന്നത്. They are the ministering spirits of the saved soul. വരുവാനിരിക്കുന്ന രക്ഷയ്ക്ക് നിയോഗിച്ച ഒരു വിശുദ്ധന്റെ കാലുകളെ സൂക്ഷിക്കുന്നത് ദൂതന്മാരാണ്. It is the angels who guard the feet of a person who is to go into eternity. അടുത്തതായി നാം നോക്കുമ്പോൾ Nextly, when we look, യേശു പറയുകയാണ്, Jesus is saying, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. I give unto you the authority to tread upon the serpents, the scorpions, and the powers of the enemy. അവിടെയും തീരുന്നില്ല. It's not ending there. അടുത്തതായി നാം നോക്കുമ്പോൾ Nextly, when we look, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ a saved person ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ in this cursed world യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിച്ചിരിക്കുന്നതാണ്. has been called to be blessed by Jesus Christ. അതിനപ്പുറമായി And beyond that, ആ നീതിമാന്റെ നിത്യതയിലേക്കുള്ള യാത്രയിൽ on his journey to eternity, ദൈവം അവന്റെ ജീവിതയാത്രയുടെ ഒരു ട്രാവലിംഗ് ഗൈഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. the Lord has made a traveling guide for his journey. അതിൽ കഷ്ടരാത്രികൾ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. And in that, wearisome nights are appointed. വ്യർത്ഥ മാസങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. Months of vanity too. അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും ക്ലേശങ്ങളുടെ ദിനങ്ങളുമുണ്ട്. And days of tribulation and years of suffering. ചിലപ്പോൾ അവൻ താഴ്വരയിൽ കൂടെ പോകേണ്ടി വരാം. Maybe he shall go through the valley. ചിലപ്പോൾ വെള്ളത്തിൽ കൂടെ അവൻ കടന്നു പോകേണ്ടി വന്നെന്ന് വരാം. Maybe he shall travel through the waters. ഇനി ഒരുപക്ഷെ അവൻ തീയിൽ കൂടെ പോയെന്നും വരാം. Or he has to pass by the fire. ഇതെല്ലാം ദൈവം അതിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. The Lord has marked it in it. അപ്പോൾ കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും എല്ലാം ദൈവം നിയോഗിച്ചിട്ടുള്ളതാണ്. Therefore, months of vanity and wearisome nights are അത് appointed. നീതിമാന്റെ ഓഹരിയാണ്. It is the inheritance of the righteous. നാം രക്ഷിക്കപ്പെടുമ്പോൾ When we are saved, നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതുന്നു. our name is enrolled in the book of life. മനോഹര ദേശത്ത് അളവ് നൂല് വീഴുന്നു. We get the Lord in the good land. നമ്മുടെ കാലുകളെ സൂക്ഷിപ്പാൻ ദൂതന്മാരെ ഏൽപ്പിക്കുന്നു. Angels in order to guard our foot. പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാൻ അധികാരം നൽകുന്നു. Given the authority to tread upon the serpents, scorpions, and the powers of the enemy. ശപിക്കപ്പെട്ട ഭൂമിയിൽ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുന്നു. Heaven blessing us in this cursed world. അതിലുപരിയായി നിത്യത വരെയുള്ള ഒരു ജീവിതയാത്രയുടെ ഒരു രേഖ മാർക്ക് ചെയ്തിരിക്കുകയാണ്. And above all, there is a
mark about our life and the journey. നമുക്ക് ആ പാതയിൽ കൂടെ പോകാനൊക്കത്തുള്ളൂ. We are supposed to travel in that ഏത് pathway. പാതയിൽ കൂടെ പോയാലും But whatever may be the path, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. the angels are being commanded to guard thee in all your ways. ഇവിടെ യോബ് പറയുന്നത്, Here Job says, രാത്രികൾ എന്റെ ഓഹരിയായി വന്നു. wearisome nights are appointed to me. മനുഷ്യ ബുദ്ധി കൊണ്ട് യോബിന്റെ കഷ്ടതയെ നമുക്ക് വീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. It is hard to interpret it with human understanding. ഒരേ ദിവസം യോബിനെല്ലാം നഷ്ടപ്പെട്ടു പോയി. In the same day he lost everything. അവന്റെ 10 മക്കൾ ഒന്നിച്ചാണ് മരിച്ചത്. 10 children all died together. അവന്റെ വീട്ടുവാതിക്കൽ 10 ഡെഡ് ബോഡി ഒന്നിച്ചാണ് നിരത്തി വെച്ചിരിക്കുന്നത്. 10 corpses arranged in a manner in front of his അവന്റെ house. സമ്പത്തുകളെല്ലാം ഒന്നിച്ചാണ് നഷ്ടപ്പെട്ടു പോയത്. All his wealth was lost together. അതിലുപരിയായി അവന്റെ ശരീരം മുഴുവൻ കഠിനമായ രോഗം ബാധിച്ചു. And he was greatly afflicted in his body. അവന് ഇരിക്കാനൊക്കുന്നില്ല. He could not sit. അവന് നിൽക്കാനൊക്കുന്നില്ല. Neither could he stand. അവന് കിടക്കാനൊക്കുന്നില്ല. He could not sleep. അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായി. There were boils all over his body. മനുഷ്യ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. It is hard to understand with human തന്റെ brain. സ്നേഹിതരെല്ലാം തന്നെ പരിഹസിക്കുവാൻ തുടങ്ങി. All his friends started to mock him. അവരെല്ലാവരും തന്റെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടേയിരുന്നു. And they started to accuse him. തന്റെ ജീവിതം തന്റെ ദാസനും ദാസിക്കും ഒക്കെ അറപ്പായി തീർന്നു. His life became a burden and a curse to his bondsmen too. എങ്കിലും യോബ് മനസ്സ് കലങ്ങാതെ ദൈവത്തിൽ പ്രത്യാശയോടെ കാത്തിരുന്നു. Yet Job did not get troubled but waited upon the Lord. യോബിന് ഒരു ആഴമായ അറിവുണ്ടായിരുന്നു. Job had a great ഈ understanding കഷ്ടരാത്രികൾ എന്റെ ഓഹരിയാണ്. that these wearisome nights are my ഒരു inheritance. ഭാഗത്ത് യോബ് പറയുന്നു, In one portion Job says, യോബിന്റെ പുസ്തകം 30 അധ്യായം 26 വാക്യത്തിൽ വരുമ്പോൾ, when we come to the book of Job, chapter 30 verse 26, അവിടെ യോബ് പറയുകയാണ്, there Job is saying, അയ്യോ യഹോവേ, ഞാൻ വെളിച്ചത്തിനായി കാത്തിരുന്നു, Oh Lord, I waited for light, പക്ഷേ എനിക്ക് ഇരുളാണ് വന്നത്. but there came darkness. ഞാൻ നന്മയ്ക്കായി നോക്കിയിരുന്നു, I looked for good, പക്ഷേ എനിക്ക് തിന്മയാണ് വന്നത്. then evil came unto me. ചിലപ്പോൾ നാം വെളിച്ചം പ്രതീക്ഷിച്ചേക്കാം. Maybe we expect light, നനയാത്ത നേരത്ത് ചിലപ്പോൾ ജീവിതത്തിൽ ഇരുട്ടുണ്ടായി എന്ന് വരാം. but in an unexpected hour darkness comes in. നാം പലപ്പോഴും നന്മയ്ക്കായി കാത്തിരിക്കാം, We may expect for good, എന്നാൽ പ്രതീക്ഷിക്കാത്ത തിന്മകളും ജീവിതത്തിൽ ഉണ്ടാകാം. but unexpected evil might arise too. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാം. The same can happen in our spiritual realm. കഷ്ടരാത്രി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഓഹരിയാണ്. Therefore, wearisome nights are an inheritance for you and me. ആത്മീയമായ കഷ്ടരാത്രിയിൽ കൂടെയാണ് ദൈവസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. The church of God is proceeding through a spiritual darkness. ആഗോളവ്യാപകമായി പടർന്നു പിടിച്ച മഹാമാരിയിൽ ലോകം വിറച്ചു നിൽക്കുകയാണ്. And the world is stunned by this global pandemic. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And the job of lakhs of people are being lost each day. വലിയ സാമ്പത്തിക തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. A great financial crisis is happening. അധികം വൈകി മുമ്പ് ദാരിദ്ര്യവും ക്ഷാമവും ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. And there is no difference that very soon famine and poverty shall arise. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം അനുവദിച്ച കഷ്ടരാത്രികളിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. Therefore, we are proceeding through the wearisome nights of our ഈ journey. കഷ്ടരാത്രികളിൽ നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. These wearisome nights we have to be careful. വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ Going through the depth of the scriptures, 104 സങ്കീർത്തനം 20 വാക്യം വായിക്കുമ്പോൾ when we read Psalms 104 verse അവിടെ 20, ഇങ്ങനെയാണ് ഭക്തൻ പാടിയിരിക്കുന്നത്, there the devout is singing likewise. നീ ഇരുട്ട് വരുത്തുന്നു, Thou makest darkness, അപ്പോൾ രാത്രി ഉണ്ടാകുന്നു. and it is night. അടുത്ത വാക്കെന്താണ്? What is the next word? അപ്പോൾ കാട്ടുമൃഗങ്ങൾ ആഹാരത്തിനായി ഇറങ്ങുന്നു. All the beasts of the forest do creep forth. പ്രിയ ദൈവമക്കളെ, Dear children of God, കഷ്ടരാത്രികൾ നമ്മുടെ ഓഹരിയാണ്. wearisome nights are our നാം inheritance. ഈ പാതയിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു. We have to go through this path. ചിലപ്പോൾ ഒരു ആത്മീയതയുടെ ഇരുളടഞ്ഞ നാളുകൾ നമുക്കുണ്ടായി എന്ന് വരാം. Maybe the days of darkness in spiritual realm ഈ too. നാളുകളിൽ നാം സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? What is that we have to be careful these days? 104 സങ്കീർത്തനം 20 വാക്യം വായിച്ചാട്ട്. Psalms 104 verse 20.
നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നാം കഷ്ടരാത്രികളിൽ കൂടെ പോകുമ്പോൾ When we go through wearisome nights, നാം സൂക്ഷിക്കേണ്ട കാര്യം, the thing we have to be careful, ഈ രാത്രിയിലാണ് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത്. the beasts of the forest do creep in the നാം night. ഇപ്പോൾ ഒരു ഇരുളടഞ്ഞ പാതയിൽ കൂടെ പോകുകയാണ്. We are going through a dark path. ശ്രദ്ധിക്കൂ, ഈ നാളുകളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി നമ്മെ ആക്രമിപ്പാൻ ഇടമുണ്ട്. Be careful that the beasts of the forest may attack you. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നാം ജീവിക്കണം. Therefore, we have to be cautious. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, When we study about Jesus Christ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ, Gospel according to St. Mark chapter 1 verse നമ്മുടെ 30, യേശു സ്നാനമേറ്റ് കരയിൽ കയറി. he got baptized and came to the shore. അവൻ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. He was praying in the wilderness. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. Angels were ministering him, അവന് ചുറ്റും കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. and the wild beasts were all around. യഹോവ കൽപ്പിച്ച് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, When the wearisome nights appointed by God is there in our life, കാട്ടുമൃഗങ്ങൾ നമ്മളെ വേട്ടയാടാൻ ചിലപ്പോൾ വന്നെന്ന് വരാം. the wild beasts may come in order to hunt പക്ഷെ നാം us. വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. But we have to be careful. യേശു ജനിക്കുന്നതിന് 950 വർഷം മുമ്പാണ് ദാവീദ് ജീവിച്ചത്. David lived 950 years before ഒരു നാൾ Christ. താൻ തന്റെ സങ്കീർത്തന വരികളിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. In one day, he wrote in a psalm about Jesus likewise. 22-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ വരുമ്പോൾ, Psalms 22 verse 12 it says, അവിടെ ഗെത്സമനെ കുറിച്ച് ദാവീദ് പറയുകയാണ്. he is mentioning about Gethsemane, കുറേ മൃഗങ്ങളുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. the name of various beasts. അവിടെ ബാഷാൻ കൂറ്റന്മാരെ കാണാം, We can see the ox of Bashan, അവിടെ നായ്ക്കളെ കാണാം, and we can see dogs. അലറി അടുക്കുന്ന സിംഹത്തെ കാണാം, We can see the roaring lion. കാട്ടുപോത്തിനെ കാണാം. We can see the reindeers, കുറേ കാട്ടുമൃഗങ്ങളുടെ പേര് എഴുതിയിരിക്കുകയാണ്. and lot of beasts mentioned there. അവ എനിക്ക് ചുറ്റും നിൽക്കുന്നെന്നാണ് ദാവീദ് പാടിയിരിക്കുന്നത്. David is singing that they stand around നമ്മുടെ me. കർത്താവായ യേശു സ്നാനമേറ്റ് കരയിൽ കയറിയപ്പോൾ, When Jesus Christ after baptism came to the shore, അവന് ചുറ്റും ഈ കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. around him was this wild അവൻ ഈ beast. ഭൂമിയിലെ ശുശ്രൂഷ തികയ്ക്കുവാൻ And when he was completing his ministry, അവൻ ഗെത്സമനിയിലേക്ക് പോകുമ്പോഴും as he was proceeding to Gethsemane, ഇതേ കാട്ടുമൃഗങ്ങൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. the same beast encompassed him. ആകയാൽ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തുടങ്ങി അവസാന നിമിഷം വരെ Therefore, from the beginning to the end of your life, കാട്ടുമൃഗങ്ങൾ നമ്മെ വേട്ടയാടുവാൻ നമ്മുടെ പിന്നാലെ വരും. these wild beasts will come in order to hunt us. യേശുവിനെ ദൂതന്മാർ സംരക്ഷിച്ചതുപോലെ Like how the angels ministered Jesus, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ സംരക്ഷിക്കട്ടെ. may the angels minister us too. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ കാട്ടുമൃഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ When these wild beasts come behind us, ഒരുപക്ഷേ ആ മാനുഷ്യ വീക്ഷണത്തിൽ ഒരു മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കത്തില്ല. in human interpretation, it won't be like a beast. ഭയം ഒരു കാട്ടുമൃഗമാണ്. Fear is a wild beast. ഈ നാളുകളിൽ അനേകരെ ഭയം കയറി പിടിക്കുക. In these days, fire is capturing അവർ many ഭാവി people. ജീവിതത്തെ ഓർത്ത് ഭയപ്പെടുകയാണ്. They are fearful about their future. അവർ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ഭയപ്പെടുകയാണ്. They are fearful about their children. ആ ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ അവർ ഉള്ളം ഭയപ്പെടുകയാണ്. Reading the media each day, their soul is trembling. ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. But the Lord says, fear not, for I am with you. ആകയാൽ യഹോവ കൽപ്പിച്ച് രാത്രി ഉണ്ടാകുമ്പോൾ Therefore, when wearisome nights are appointed, കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങും. the wild beasts come in a gang. എന്നാൽ വീണ്ടും പറയുന്നു, But again it says, സൂര്യൻ ഉദിച്ചപ്പോഴോ when the sun rise, സൂര്യൻ ഉദിച്ചപ്പോഴോ when the sun arose, അവയെല്ലാം ഗുഹകളിലേക്ക് മടങ്ങിപ്പോയി. they lay them down in their dens. എത്രയും വേഗം നീതി സൂര്യൻ നമ്മിൽ ഉദിക്കും. Very soon the sun of righteousness shall arise. ആകയാൽ ഈ കാട്ടുമൃഗങ്ങൾ ഒന്ന് ഭയമാണ്, And therefore one among the beasts is മറ്റൊന്ന് fear, അവിശ്വാസമാണ്, and the next one is unbelief, ഇനിയൊന്ന് നിരാശയാണ്. and third one is വലിയ disappointment. നിരാശ വേട്ടയാടുകയാണ്. Many people are being haunted by അതിലുപരി disappointment, മറ്റൊന്ന് സംശയമാണ്. and the next one is a doubt. ആകയാൽ കാട്ടുമൃഗങ്ങളുടെ പിടിയിൽപ്പെടാതെ നാം ദൈവത്തിൽ വിശ്രമിച്ച് ജീവിക്കണം. Therefore we have to rest in the Lord without being hunted by these beasts, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. for our Lord is faithful. ചിലപ്പോൾ രാത്രിയുടെ അവസ്ഥയിൽ നാം പോകുമ്പോൾ As we proceed through this experience of night,
ദാനിയേലിന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. It can happen like unto Daniel. ഒരു രാത്രി മുഴുവൻ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കേണ്ടി വന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം Daniel, book of Daniel chapter 6. 19 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ When we read from verse 19 to 22, നമുക്ക് ആ ചരിത്രം വ്യക്തമായി കാണാം. we can see that history clearly. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞ് രാജാവ് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. The king who cast him into the den could not sleep, അവന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വന്നു. and there is a disturbance in him. അവൻ പ്രഭാതത്തിൽ ദാനിയേലിനെ വിളിക്കുകയാണ്. He is calling out early in the morning, ദാനിയേലേ, Daniel, സിംഹം നിനക്ക് ദോഷം വരുത്തിയില്ലയോ? has the lions not caused അപ്പോൾ harm? ദാനിയേൽ എന്തു പറയുന്നു? What did Daniel reply? ഇല്ല രാജാവേ, No, my king, സിംഹം എനിക്ക് ദോഷം വരുത്തിയില്ല. they did not harm me. എന്താണ് അതിന്റെ രഹസ്യം? What is the mystery? ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം The God whom I serve തന്റെ ദൂതനെ അയച്ച് sent his angel, സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. shut the lion's mouth. ദാനിയേൽ ദൂതനെ കണ്ടില്ല. Daniel did not see the angel. ദാനിയേൽ അവിടെ ദൂതനെ കണ്ടില്ല. Daniel did not see the angel, ദാനിയേൽ ദൂതന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. but he knew his presence. പ്രിയ ദൈവപൈതലേ, Dear child of God, ചിലപ്പോൾ നീ ഈ കഷ്ടരാത്രിയിൽ കൂടെ പോകേണ്ടി വന്നെന്ന് വരാം. maybe you shall proceed through these wearisome nights. നിന്റെ പ്രാണനെ കാട്ടുമൃഗങ്ങൾ വേട്ടയാടി എന്ന് വരാം. Maybe the wild beasts may come in hunt of you. ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ നീ അടയ്ക്കപ്പെട്ടെന്ന് വരാം. Maybe you shall be shut in the lion's നീ den. ഒരു വലിയ സത്യം അറിയാം. But know this great mystery: സിംഹം നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. the lion cannot harm you, നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവം ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. because the Lord whom you serve has commanded his angel. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആകയാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഈ കഷ്ടരാത്രികൾ നമ്മളെ വേട്ടയാടുമ്പോൾ, Therefore, in our life's journey, when these wearisome nights come ഈ in us, കാട്ടുമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചെന്ന് വരാം. these wild beasts may come to hunt us. ദൈവദൂതന്മാർ നമ്മെ കാവൽ ചെയ്യട്ടെ. May the angels keep us. അടുത്തതായി നാം നോക്കുമ്പോൾ സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യത്തിൽ വരുമ്പോൾ Gospel according to St. Matthew chapter 26 verse 33. യേശു പറയുകയാണ്, Jesus is saying, ഈ രാത്രിയിൽ നിങ്ങൾ എങ്കൽ ഇടറിപ്പോകും. this night you shall be disturbed and offended. കഷ്ടരാത്രികൾ ദൈവം നിയോഗിച്ചതാണ്. Wearisome nights are appointed. കഷ്ടരാത്രികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ When wearisome nights happen in your ഒരു life, ദൈവ പൈതൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? what should a godly person be ഒന്ന്, safe? കാട്ടുമൃഗങ്ങൾ അവന്റെ പ്രാണനെ വേട്ടയാടാൻ അടുത്ത് വരും. One, wild beasts may come in order to hunt നീ him. ഭയപ്പെടരുത്. Do not be afraid. ദൂതന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. Presence of the angel is there along with you. ദൈവത്തിൽ വിശ്രമിച്ച് ജീവിച്ചു കൊള്ളണം. Rest and abide in the Lord and live accordingly. രണ്ടാമതായിട്ട് ഇപ്പോൾ യേശു എന്ത് പറയുന്നു? Secondly, what is Jesus ഈ saying? രാത്രിയിൽ നിങ്ങൾ എങ്കൽ ഇടറിപ്പോകും. This night you shall be നമ്മുടെ offended. ജീവിതത്തിൽ കഷ്ടരാത്രികൾ ഉണ്ടാകുമ്പോൾ When wearisome nights happen in our life, ചിലപ്പോൾ നമുക്ക് ഇടർച്ച ഉണ്ടാകും. maybe we shall be offended. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 31 വായിച്ചാട്ട്. Let's read Matthew chapter 26 verse 31. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ജീവിതത്തിൽ കഷ്ടരാത്രികൾ ഉണ്ടാകുമ്പോൾ When wearisome nights happen in our life, ചിലപ്പോൾ നമുക്ക് വലിയ ഇടർച്ചകൾ ഉണ്ടാകും. maybe great offendings may happen. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, That's why St. Peter said, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റവും ഉറപ്പാക്കുവീൻ. make sure of a calling and election. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകത്തില്ല. Then you shall not be offended. കഷ്ടരാത്രികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ When wearisome nights happen in your life, ഒരുപക്ഷേ യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായതുപോലുള്ള ഇടർച്ച നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. there can be offendings like it happened to the disciples of യേശു Jesus. പറഞ്ഞതുപോലെ അവരെല്ലാം യേശുവിങ്കിൽ ഇടറി യേശുവിനെ വിട്ടു ഓടിപ്പോയി. And as Jesus said, they all got offended and went away from നമ്മളെ Jesus. വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കാം. Let us abide in the faithfulness of our Lord. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉറപ്പാക്കുവീൻ. Make sure of your calling and election. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകുകയില്ല. Then you shall never be offended. ഈ നാളുകളിൽ നമ്മൾ ഇടറിപ്പോകാതെ നമുക്ക് ദൈവത്തിൽ വിശ്രമിക്കാം. These days let us not be offended but rest in the Lord. മൂന്നാമതായി നാം നോക്കുമ്പോൾ Thirdly, when we ഈ look, കഷ്ടരാത്രിയിൽ കൂടെ നാം പോകുമ്പോൾ as we proceed through these wearisome nights, രാത്രിയിൽ പാപം മ്ലേച്ഛതയൊക്കെ നമ്മെ അറ്റാക്ക് ചെയ്യാം. the sin and abomination can attack us. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to the book of Genesis chapter 19, അവിടെ നീചന്മാരായ ദുഷ്ടന്മാരായ സോദോം നിവാസികളെ കുറിച്ച്
കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. We can see this wicked and unrighteous Sodomites. അവർ രാത്രിയിൽ ലോത്തിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. In the night they have come unto Lot. നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? And they are asking for that men. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ജീവിതത്തിൽ നാം രാത്രിയിൽ കൂടെ പോകേണ്ടി വരുമ്പോൾ In our life when we go through this night, ഒരുപക്ഷേ സോദോമ്യ പാപങ്ങളും മ്ലേച്ഛതകളും നമ്മുടെ പ്രാണനെ വേട്ടയാടാൻ ഇടമുണ്ട്. there are chances that Sodomite sins may come in. ആകയാൽ നമ്മുടെ കൂടാര വാതിലുകളെ നാം ഭദ്രമായി സൂക്ഷിക്കണം. Therefore we have to be careful about our doors. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ യേശുവിന്റെ മടങ്ങിവരവ് അടുത്തുപോയി. And the coming of the Lord is very nigh. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. And the darkness is covering the world and night upon the nations. നിന്റെ മേലെ യഹോവ ഉദിക്കും. But upon you the Lord shall shine. ഉദിക്കുമ്പോൾ When the Lord shines, നിന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങൾ നിന്നെ വിട്ടു പോകുമ്പോൾ when the darkful moments go away from you, ഇന്ന് കാണപ്പെടുന്ന കഷ്ടങ്ങളെല്ലാം നിന്നെ വിട്ടു പോകും. all the sufferings which you see today shall be moved. കഷ്ടരാത്രി ദൈവം നിനക്ക് തന്ന ഓഹരിയാണ്. Wearisome nights are your ഈ inheritance. കഷ്ടരാത്രിയിൽ കൂടെ പോകുമ്പോൾ As you proceed through it, കാട്ടുമൃഗം നിന്നെ ആക്രമിക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. be careful that the wild beasts may attack you. കഷ്ടരാത്രിയിൽ കൂടെ നീ പോകുമ്പോൾ As you proceed through these nights, നീ കർത്താവായ യേശുവിനെ വിട്ട് ഇടറിപ്പോകാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. you have to be careful that you are not offended and running away from കഷ്ടരാത്രിയിൽ Jesus. കൂടെ നീ പോകുമ്പോൾ As you proceed through these wearisome nights, ആ സോദോം നിവാസികളുടെ ദോഷങ്ങളും ദുഷ്ടതകളും നിന്റെ മേൽ ആധിപത്യം പിടിക്കാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. be careful that the Sodomite sin may not dominion over നമ്മുടെ you. വീടുകളൊക്കെ പ്രാർത്ഥിക്കുന്ന വീടുകളായി തീരട്ടെ. Let our homes be prayerful homes. നമ്മുടെ വീടുകളൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന വീടുകളായി തീരട്ടെ. Let our houses be the houses of worship. സ്വർഗം അതിനായി എല്ലാവരെയും ഒരുക്കട്ടെ. May the heavens prepare us all. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ As we proceed in our journey, രാത്രികൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. wearisome nights are appointed by God. ഇനി നാം തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ Again, when we come to the scriptures, ഇങ്ങനെയുള്ള കഷ്ടരാത്രികൾ നമുക്ക് നേരിടുമ്പോൾ as we face these wearisome nights, നാം എന്താണ് ചെയ്യേണ്ടത്? what is that we have to do? നാം സൂക്ഷിക്കേണ്ട ചില കാര്യം ചിന്തിക്കുകയുണ്ടായി. We thought about various things to be careful. ഇടറിപ്പോകാതെ സൂക്ഷിക്കണം. We have to be careful not to be offended. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏൽക്കാതെ സൂക്ഷിക്കണം. Be careful from the attack of the wild beasts. സോദോമിന്റെ മ്ലേച്ഛത നമ്മെ പിടിക്കാതെ നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കണം. Have to take care of our life from the abominations of Sodom. ചിലപ്പോൾ ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ പോയെന്ന് വരാം. Maybe we shall be cast like unto Daniel. ഒരു രാത്രി മുഴുവൻ സിംഹക്കൂട്ടിൽ കിടക്കേണ്ടി വന്നെന്ന് വരാം. Maybe a whole night in the lion's den. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ പിതാവ് ഒരു ദൂതനോട് പറഞ്ഞിട്ടുണ്ട്. But in all your ways the Lord has commanded his angel to guard നീ you. ധൈര്യപ്പെട്ട് ജീവിക്കണം. Therefore be courageous and live. ഈ കഷ്ടരാത്രികൾ ദൈവം നിനക്ക് നിയോഗിച്ച് തരുമ്പോൾ When the Lord appoints wearisome നീ nights, ആ കഷ്ടരാത്രി എങ്ങനെയാണ് ഉപകരിക്കുന്നത്? how do you make it beneficial? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ When sufferings come to your life, അവിടെയാണ് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി അറിയുന്നത്. that's where your material quality is realized. ക്വാളിറ്റി അറിയണമെങ്കിൽ നാം കഷ്ടതയിൽ കൂടെ പോകണം. For your quality to be realized, you have to go through sufferings. മണ്ണാണോ പൊന്നാണോ എന്നറിയുന്നത് To be known as sand or gold, കഠിനമായ തീയിൽ കൂടെ പോകുമ്പോഴാണ്. it's only when fiery trials come. ഞാൻ പൊന്നാണെങ്കിൽ If I am a gold, ദൈവം എന്നെ കഷ്ടത്തിൽ കൂടെ വിടുമ്പോൾ, when the Lord lets me through the ഞാൻ sufferings, കഷ്ടരാത്രികളിൽ കൂടെ പോകുമ്പോൾ, as I proceed through wearisome nights, ഞാൻ ആ കഠിനമായ തീയിൽ in that fiery trial, പൊന്നുരുകുന്നത് പോലെ ഉരുകി I shall melt like gold. അശുദ്ധമായ കീടങ്ങൾ മാറി, All the flaws taken off, രൂപം മാറി, and the form changed, ആ ശോഭയോടെ പുറത്തു വരും. and shall come out with great shine. ഇല്ല, നാം വെറും കളിമണ്ണാണെങ്കിൽ But if we are just clay, നാം ആ തീയിൽ കിടന്ന് വെന്ത് we will be burned നാം കഠിനപ്പെട്ട് and will be hardened നാം ഉപയോഗശൂന്യമായി പോകും. and will become useless. അപ്പോൾ കഷ്ടതയാണ് നമ്മുടെ ക്വാളിറ്റി അറിയുന്നത്. Therefore, it is through sufferings we know our quality. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ When sufferings arise, നാം എന്ത് ചെയ്യണം? what should we do? വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? What is the Bible saying about it? യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ Coming to the book of Isaiah chapter 50 verse 11, അവിടെ യെശയ്യാവ് പറയുകയാണ്, there prophet Isaiah is saying, അങ്ങനെ ഇരുൾ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായാൽ if there is a darkful life, എന്ത് ചെയ്യണം? what should do? അവൻ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊള്ളട്ടെ. They have to lean upon their beloved. യെശയ്യാ പ്രവചനം 50-ന്റെ 10 വായിച്ചാട്ട്. Isaiah chapter 50 verse 10.
നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ദൈവത്തിന്റെ മേൽ ചാരിക്കൊള്ളട്ടെ. Even when he walk in the darkness and has not light. ഇതിലെ കഷ്ടരാത്രികൾ നിന്റെ ഓഹരിയാണ്. Dear child of God, wearisome nights are your inheritance. പാതയിൽ കൂടെ പോകേണ്ടി വരും. You will have to go through this path. അത് ദൈവം നിത്യമായി നിയമിച്ചതാണ്. And it is an eternal law. എന്നാൽ നീ എന്ത് ചെയ്യണം? But what you should do, അവിടെ വായിക്കുന്നു, it is read over there, തന്റെ ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. let him lean upon the Lord. അവന്റെ ആശ്രയം ദൈവമായിരിക്കട്ടെ. Let his trust be in the name of the Lord. അവന്റെ വിശ്രാമം ദൈവമായിരിക്കട്ടെ. Let his rest be in the Lord. ഇതുകൊണ്ടാണ് ശലോമോൻ ഇങ്ങനെ പാടിയിരിക്കുന്നത്. That's why Solomon sang likewise. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്നോരിവളാർ. Who is he? Who is she who is leaning upon a beloved? നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ ദൈവമുണ്ട്. For us there is a God to trust ചിലപ്പോൾ upon. കഷ്ടരാത്രി നിനക്കുണ്ടാകാം. Maybe trialsome and wearisome nights are there. പ്രിയന്റെ മേൽ ചാരിക്കൊള്ളുവിൻ. You have to lean upon your beloved. ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. Your Lord will never leave you comfortless. ദൈവ സാന്നിധ്യം നിന്റെ ഹൃദയത്തിൽ വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും. The presence of God will shed light in your heart. അതിയാൽ കഷ്ടരാത്രിയിൽ കൂടെ പോകുമ്പോൾ, Therefore, as you proceed through these nights, ഭയവും നിരാശയും ഒക്കെ നിന്നെ വേട്ടയാടാൻ നോക്കുമ്പോൾ, when fear and disappointment comes in hunt for you, ഇടർച്ചയും മ്ലേച്ഛതയും ഒക്കെ നിന്റെ പ്രാണനോട് വേട്ടയാടാൻ വരുമ്പോൾ, when offending and abominations come behind your soul, പ്രിയന്റെ മേൽ ചാരിക്കൊള്ളുവിൻ. lean upon your beloved. ദൈവ സാന്നിധ്യം നിനക്ക് വെളിച്ചമായിരിക്കട്ടെ. The presence of God shall be a light to നമ്മുടെ you. മുൻകാല പിതാക്കന്മാരായ വിശുദ്ധന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, When we study about the saints of the former times, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ കഷ്ടരാത്രികൾ നേരിടേണ്ടി വന്നു. all of them had to face these wearisome nights. അവരുടെ കഷ്ടരാത്രികളിൽ അവരെന്താണ് ചെയ്തത്? What did they do in their wearisome nights? ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. Jacob was a very devout man. യാക്കോബിന് ഒരു കഷ്ടരാത്രി ഉണ്ടായി. There was a troublesome night for him. ഉൽപ്പത്തി പുസ്തകം 32:24 വരുമ്പോൾ, When we come to the book of Genesis chapter 32, അവിടെ യാക്കോബ് എന്താണ് ചെയ്തത്? what did Jacob do ഒരു there? കഷ്ടരാത്രി അവന് നേരിട്ടപ്പോൾ When he faced a wearisome night, അവൻ രാത്രി മുഴുവൻ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. all night he was wrestling and praying. അവനൊരു ദൂതനെ കണ്ടു. He saw an angel. ദൂതനോട് പറയുകയാണ്, He is saying to the നീ angel, എന്നെ അനുഗ്രഹിക്കണമേ. you should bless me. അവനോട് മല്ല് പിടിച്ചെന്നാണ് പറയുന്നത്. It is mentioned he wrestled with അവൻ him. പ്രാർത്ഥിച്ച് മല്ല് പിടിച്ചുകൊണ്ടേയിരുന്നു. He prayed and wrestled with him. ഒരുപക്ഷേ ദൈവവൈതലേ, നീ കഷ്ടരാത്രിയിൽ കൂടെ പോകുകയായിരിക്കാം. Dear child of God, even you might be going through ഈ wearisome night. നിമിഷം നീ എന്താണ് ചെയ്യേണ്ടത്? This moment, what you should do, യാക്കോബിനെ പോലെ എല്ലാം മറുകരയിൽ കടത്തി. you have to keep everything in the other shore. അപ്പോൾ അവൻ ഏകനായി തീർന്നു. And now you're all alone. അവൻ ദൈവത്തോട് മല്ല് പിടിക്കുകയാണ്. He is wrestling with God. ഇപ്പോൾ സ്വർഗം നമുക്ക് നല്ല ദിനങ്ങളെ തന്നിരിക്കുകയാണ്. The heaven has given us good days these ഈ days. നാളുകളൊക്കെയും നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണം. We have to pray and receive blessings from him these നമ്മുടെ days. സമയങ്ങളൊന്നും വ്യർത്ഥമാക്കി കളയരുത്. Do not make vain of our times. കർത്താവേ, കഷ്ടരാത്രി എന്റെ ഓഹരിയാണ്. Oh Lord, wearisome nights are my നീ inheritance. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. Lord, if you try me, I shall come out as fine gold. എനിക്ക് ചാരുവാൻ എന്റെ പ്രിയന്റെ മാർവിടം ഉണ്ട്. For there is my beloved's bosom to lean ഞാൻ എന്റെ upon. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. I will completely trust in the Lord. അത് പറഞ്ഞുകൊണ്ട് നാം രാത്രിയിൽ പ്രാർത്ഥിക്കണം. And we have to confess these and pray. കഷ്ടരാത്രി നേരിടുമ്പോൾ As we face these wearisome nights, നാം പത്രോസിനെ പോലെ ചങ്ങലയിൽ ബന്ധിതനായി ഉറങ്ങരുത്. we should not be sleeping in chains and fetters. ഒടുവിൽ അത് വളരെ വലിയ ദുഃഖത്തിലേക്ക് പോകും. It will turn out to be a great sorrow. യാക്കോബ് എന്താ ചെയ്തത്? What did Jacob do? അവൻ രാത്രി മുഴുവൻ മല്ല് പിടിച്ചുകൊണ്ടേയിരുന്നു. He wrestled all night. ഈ നാളുകളിൽ ദൈവം നമുക്ക് തന്ന അവസരം പാഴാക്കാതെ Do not waste this opportunity. പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി തീരാം. Let us be prayer warriors. മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ Again, coming to another portion, നമുക്ക് നെഹമ്യാവ് എന്നൊരു നീതിമാനെ കാണാം. we can see Nehemiah, a righteous അദ്ദേഹം person. ബാബിലോണിയ പ്രവാസത്തിൽ പോയിരുന്നു. He was in the captivity of Babylon, എന്നാൽ പിൽക്കാലത്ത് അവിടെ നിന്ന് താൻ മടങ്ങി വന്നു. but later he returned. തന്റെ ജീവിതത്തിലെ ഒരു രാത്രിയെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുക.
പറയുകയാണ്. There is also a night of his life mentioned in the Bible. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 12 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Nehemiah chapter 2 verse 12 to 14. അവിടെ നെഹമ്യാവ് എന്താണ് ചെയ്തത്? What did Nehemiah do? അവൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. He arose in the night. അവൻ രാത്രിയിൽ എഴുന്നേറ്റു. He rose in the night തന്റെ വാഹന മൃഗത്തിന്റെ മേൽ കയറി and rode upon his beast. അവൻ ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ മതിലുകളെ നോക്കുവാൻ തുടങ്ങി. And he started to look for the walls of Jerusalem. മതിലുകൾ എവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു, Wherever it was broken down, വാതിലുകൾ ശത്രു എവിടെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു, wherever the gates were torn off, എവിടെയാണ് തകർച്ച സംഭവിച്ചിരിക്കുന്നത്, where has the destruction taken place? അവിടെ എഴുതിയിരിക്കുന്നു, It is mentioned there. രാത്രിയിൽ ഞാൻ എന്റെ വാഹന മൃഗത്തിന്റെ മേൽ കയറി, In the night I came upon the beast ഞാൻ താഴ്വരയിൽ കൂടെ പോയി and I went through the valley യെരൂശലേമിന്റെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ കണ്ടുപിടിക്കുവാൻ. in order to find out the broken state of പ്രിയ Jerusalem. ദൈവപൈതലേ, Dear child of ഈ God, കഷ്ടരാത്രി ദൈവം നിനക്ക് നിയോഗിച്ചതാണ്. these wearisome nights are appointed by ഈ God. കഷ്ടരാത്രിയിൽ കൂടെ നീ പോകുമ്പോൾ As you proceed through these wearisome nights, ഒരുപക്ഷേ ഇനി ഇതുപോലെ അവസരം നിനക്ക് ലഭിച്ചില്ല എന്ന് വരാം. maybe you shall not receive this opportunity anymore. ഈ കഷ്ടതയിൽ നീ നിന്റെ പ്രിയന്റെ മേൽ ആശ്രയിച്ചു കൊള്ളണം. In this suffering you have to lean upon your നീ beloved. യാക്കോബിനെ പോലെ മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടണം. You have to wrestle and pray and be blessed like Jacob. നീ നെഹമ്യാവിനെ പോലെ Like Nehemiah, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് arousing in the night. തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തെ കണ്ടുപിടിക്കണം. Look into your life and find the destruction. തകർന്നു കിടക്കുന്ന മതിലുകളെ നീ പുതുക്കി പണിയണം. You have to rebuild the broken walls. ദൈവം നിന്നെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. For the Lord shall bless thee out of Zion. സ്വർഗ്ഗമാണ് ഇങ്ങനെ ഒരു അവസരം നിനക്ക് തന്നിരിക്കുന്നത്. It is the heavens who have best sought this opportunity. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ Coming to Nehemiah chapter 2, 12 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങളാണ്. verses 12 to 15. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റു, I arose in the night എന്റെ വാഹന മൃഗത്തിന്റെ മേൽ കയറി, and rode upon the beast. എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല. There were none with me. ഞാൻ താഴ്വരയിൽ കൂടെ പോയി. I went through the valley. യെരൂശലേമിന്റെ മതിൽ എവിടെയാണ് പൊളിഞ്ഞു കിടക്കുന്നത്? There were the walls of Jerusalem broken. എന്തൊരു നല്ല നീതിമാനായിരുന്നു. What a good righteous man. തകർന്നത് കണ്ടുപിടിക്കുകയാണ്. He is examining and finding the broken ശത്രു state. നശിപ്പിച്ചതിനെ കണ്ടുപിടിക്കുകയാണ്. He is looking for what the enemy has destroyed. നമ്മുടെ ജീവിതവും അങ്ങനെയായി തീരട്ടെ. Let our lives be likewise. നീ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ Coming to another portion. 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വരുമ്പോൾ Coming to Psalm 77 verse 2. ദൈവമേ, ഞാൻ എന്റെ കൈകളെ തിരുമുൻപാകെ മലർത്തുകയാണ്. I open up my hands. ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. Let us read that verse. 77-ാം സങ്കീർത്തനം 2-ാം വാക്യം. Psalms 77 verse 2. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തി. എന്റെ കൈകളെ മലർത്തുകയാണ്. I am opening up my hands. കഷ്ടരാത്രി ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. In the nights of trouble I sought for the രാത്രിയിൽ Lord. എന്റെ കൈകളെ മലർത്തുകയാണ്. I am opening up my hands. ഒരു ദിവസം ദൈവം നമ്മളോട് ചോദിക്കും. One day the Lord shall ask you. പ്രവാചകൻ എന്തു പറയുന്നു? What is the prophet saying? ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ On the day when I shall clear my account, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? will your hands be strengthened? സ്വർഗം എന്ത് നല്ല അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. What a great opportunity the heavens have bestowed. ജീവിതഭാരം ചുമന്ന് അതിവേഗം ഓടുകയായിരുന്നല്ലോ. We were proceeding in haste with the life's എന്നാൽ burden. ദൈവം ഇപ്പോൾ ബ്രേക്ക് ഇട്ട് ഒരു നല്ല സമയം തന്നിരിക്കുകയാണ്. But the Lord has put a break and given us a good നമുക്ക് opportunity. ദാവീദിനെ പോലെ നമ്മുടെ കൈകൾ മലർത്താം. Let us open our hands like David. കർത്താവേ, ആ വിധിയുടെ ദിനം Lord, on the day of judgment, എന്റെ കൈകൾ തിരുമുൻപാകെ നീതിയുള്ളതായിരിക്കട്ടെ. let my hands be the hands of righteousness. എന്താ പ്രവാചകൻ ചോദിക്കുന്നത്? What is the prophet asking? ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ On the day when I shall clear my account, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? will your hands be strengthened? കഷ്ടരാത്രിയിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു. In the night of trouble I sought for you. അവേ, രാത്രിയിൽ ഞാൻ എന്റെ കൈകളെ മലർത്തുകയാണ്. In the night I'm opening up my hand. പ്രിയ ദൈവവൈതലേ, Dear child of God, നമുക്ക് കഷ്ടരാത്രിയിൽ ദൈവത്തെ അന്വേഷിക്കാം. in the nights of trouble let us seek for the നമ്മുടെ Lord. കൈകളെ അവന്റെ മുൻപാകെ മലർത്താം. Let us open up our hands unto നമ്മുടെ Him. ജീവിതത്തെ ആരാഞ്ഞു നോക്കാം. Let us examine our life. ഒരു ദിവസം യജമാനൻ നമ്മെ വിളിക്കുമ്പോൾ One day when the master shall call, അവന്റെ മുൻപിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കണം. we have to stand boldly before അവൻ Him. നമ്മെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കണം. He should call us good and faithful servant. ആകയാൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? Will our hands be strengthened? ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ ആരാഞ്ഞു നോക്കാം. Let us re-examine our deeds. നമ്മുടെ തകർച്ചകളെ നമുക്ക് കണ്ടുപിടിക്കാം. Let us find out our broken state. നമുക്ക് മല്ല് പിടിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us wrestle and pray to our ഈ God. ഇരുൾ നിറഞ്ഞ ദിനങ്ങളിൽ ദൈവത്തെ
ദൈവത്തിന്റെ മാർവിടത്തിൽ നമുക്ക് ചാരി ആശ്രയിക്കാം. In these dark days, let us lean upon the bosom of നമ്മുടെ our ദൈവം beloved. നമ്മെ അനാഥരായി വിടത്തില്ല. For our Lord will never leave us വീണ്ടും നാം comfortless. തിരുവഴുത്തിലേക്ക് വരുമ്പോൾ Again, coming to the scriptures, അവിടെ രണ്ട് സ്ലീഹന്മാരെ നമുക്ക് കാണാം. we can see two disciples. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ Acts of Apostles, chapter 16, verse അവിടെ 25. പൗലോസിനെയും ശീലാസിനെയും കാണാം. We can see Paul and Silas. എന്താ അവർ ചെയ്തത്? What did they do? അവർ ശരീരം മുഴുവൻ അടിയേറ്റിരുന്നു. They were all smoten. അവരുടെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിച്ചിരുന്നു. Their hands and feet were in fetters. എന്നാൽ അവരുടെ അതിരത്തെ അടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. But no one could shut their mouth. അനേക തടവുകാർ ആ കാരാഗൃഹത്തിൽ ഉണ്ടായിരുന്നു. There were many prisoners along with him. അവരെല്ലാം അരിഷ്ടപ്പെട്ട് കിടക്കുകയാണ്. All they were in a wretched state. അവർ പരസ്പരം ദുഷിക്കുകയാണ്. Then they were cursing one another. എന്നാൽ പൗലോസും ശീലാസും രാത്രിയിൽ എന്ത് ചെയ്തു? But what did Paul and Silas do in the midnight? അവിടെ എഴുതിയിരിക്കുകയാണ്, It is written there. അവർ അർദ്ധരാത്രിയിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നു. In the midnight they sang praises to God. രാത്രിയിൽ അവർ പാട്ടുപാടിക്കൊണ്ടിരുന്നു. Where some nights they sang praises to him. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം വായിച്ചാട്ട്. Acts of Apostles, chapter 16, verse 25. അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി ആ സ്തുതിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ ഈ കാരാഗൃഹത്തിൽ ഒരുപാട് തടവുകാരുണ്ട്. There are many prisoners in that prison. അനേക കുറ്റവാളികളുണ്ട്. Many culprits over there. മോഷ്ടാക്കളുണ്ട്. Many thieves. രാജ്യദ്രോഹ കുറ്റവാളികളുണ്ട്. And many people who have sought the land. അവരെല്ലാം നിരാശയിലും അരിഷ്ടതയിലും കിടക്കുകയാണ്. They are all in disappointment and എന്നാൽ wretchedness. പൗലോസും ശീലാസും എന്ത് ചെയ്തു? But what did Paul and Silas do? രാത്രി ആയപ്പോൾ In the midnight, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. they kept praying. അവർ രണ്ടുപേരും പാട്ടുപാടിക്കൊണ്ടിരുന്നു. They both sang songs. മറ്റു തടവുകാരൊക്കെ അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. And the other prisoners were hearing them. ദൈവാത്മാവ് കാരാഗൃഹത്തിലേക്ക് വന്നു. Suddenly the